വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു നാടൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇഡ്ഡലി, ദോശ, പൂരിയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ തേങ്ങാ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, പിന്നെ തടക്കയ്ക്ക് ആവശ്യമായിട്ട് കടുക് ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, വറ്റൽമുളകും കറിവേപ്പിലയും ഒരു 5-6 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. ഇനി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഈ തേങ്ങയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. ലേശം ഉപ്പും ചേർക്കാം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് തടുക്ക കൊടുക്കാം. തടുക്കാപ്പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കാം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 3-4 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡാവട്ടെ. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. തടുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ കാര്യമാണ്, എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. സ്റ്റേ ഹാപ്പി. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.